നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. ഉള്ളി അരിഞ്ഞ കത്തി കഴുകാതെ നമ്മൾ എന്ത് ഭക്ഷണ സാധനം അരിഞ്ഞിട്ട് കഴിക്കാൻ നോക്കിയാലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടാവില്ല അല്ലേ? ആ ഉള്ളിയുടെ ടേസ്റ്റ് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാവില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് ഒരു ട്രോമയിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ നമ്മൾ ഒരു സങ്കടത്തിൽ പെട്ടുപോയെങ്കിൽ അതിനെ ഹീൽ ചെയ്യാതെ, അതിനെ കഴുകിക്കളയാതെ നമ്മൾ മുമ്പോട്ട് എന്ത് കാര്യത്തിൽ പോയാലും ഈ സങ്കടമെല്ലാം കൊണ്ട് അതിലൊക്കെ ഒട്ടിപ്പിടിച്ച് വെച്ചിട്ട് നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് ഒരു കാര്യം വരുമ്പോൾ അതിനെ സന്തോഷമായിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റില്ല. നമ്മൾ വെറുതെ എല്ലാ കാര്യത്തിലും വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം സ്വാഭാവികമായും മനുഷ്യന് സംഭവിക്കും. എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അതിനെ ഹീൽ ചെയ്യാൻ ആദ്യം നോക്കുക. ആ സങ്കടത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് വേണം നമ്മൾ പുതിയൊരു കാര്യത്തിലോട്ട് പോകാനായിട്ട്. ഇത് നമുക്കൊരു ഹെൽപ്പ് എടുക്കണം. ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഒക്കെ ഹെൽപ്പ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ മനസ്സിനൊരു വേദനയും കൊണ്ട് നമ്മൾ എത്ര നാൾ മുമ്പോട്ട് പോകാൻ പറ്റും? അതിനെ ഹീൽ ചെയ്ത് പൂർണ്ണമായിട്ടും അതിനെ ഓക്കെ ആക്കിയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത കാര്യത്തിലോട്ട് പോകാൻ. അപ്പോഴേ നമുക്ക് പുതിയ കാര്യങ്ങൾ ആസ്വദിക്കാനും അത് നമ്മളുടേതാക്കി മാറ്റാനും ഒക്കെ പറ്റുള്ളൂ.